38 വർഷമായി ഞാനിവിടെ ജീവിച്ച്. എനിക്ക് ഇതുവരെ വോട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം വോട്ടില്ല. അതായത് എവിടെയൊക്കെ ഒന്ന് വോട്ട് സ്ഥിരമാക്കി തരാം. ആ, കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ കുഴപ്പമില്ല, തയ്യാറാണ്. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ വരുന്ന അതിർത്തി പ്രദേശമായ ഈ കുന്നത്തുകളത്ത് 75-ലധികം വരുന്ന വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അന്തിമമായ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ ഇതിൽ ഒഴിവാക്കുന്ന ലിസ്റ്റിൽ വോട്ടർമാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കിയ വോട്ടർമാരെ ഏത് വാർഡിലാണ് ചേർത്തിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവരെ ഒരു വാർഡിലും ചേർത്തിട്ടില്ല. 75-ലധികം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇതിൽ പല പാർട്ടിക്കാരുണ്ടാവും. ഈ 75 ആളുകളിൽ പല പാർട്ടിക്കാരായ ആളുകളുണ്ടാവും. ആ പാർട്ടി അവരുടെ ഒരു പാർട്ടിയും നോക്കുന്നില്ല. ഞങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവർ വോട്ട് ചെയ്തോട്ടെ. പക്ഷേ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അവർക്ക് ഏത് വാർഡിലാണോ അവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ആ പ്രദേശത്തേക്ക് എന്ത് ചെയ്യണം, അവർക്ക് വോട്ട് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം വോട്ടർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ച് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കേണ്ടത്. കുറ്റമറ്റ രീതിയിലായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രവർത്തനമെല്ലാം കാണിക്കേണ്ടത്. എന്നാൽ ഈ 75-ലധികം വരുന്ന വോട്ടർമാരുടെ വോട്ട് വെട്ടിപ്പോയ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇവർക്കിനി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞാണിക്കാക്ക ജീവിച്ചിരിക്കുന്ന ആളാണ്, അതാണ് സബീറാക്ക, പിന്നെ സജീർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഇവർക്കൊന്നും വോട്ടില്ല. അങ്ങനെ ഇതേപോലെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് വോട്ടില്ല. അങ്ങനെ 75ഓളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നിലവിൽ വോട്ട് 8-9 പറയുന്ന വാർഡുകളിൽ ഇല്ലാതെയായിരിക്കുന്നത്. ഇത് തെങ്കര പഞ്ചായത്തിലെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-200-ലധികം വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രയാസം നേരിടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് മറ്റു വാർഡുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടില്ലാത്ത ഒരു പൗരൻ ആണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പൗരനായിട്ടുള്ള ആൾക്ക് വോട്ടവകാശം രാജ്യത്ത് നിഷ്കർഷമാണ്, രാജ്യത്ത് അനുവദനീയമാണ്. അവൻ്റെ മൗലികമായ അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. അവരേത് വാർഡിൽ താമസിക്കുന്നോ ആ വാർഡിലേക്ക് അവർക്ക് വോട്ടാക്കി കൊടുക്കണം. അവരുടെ രാഷ്ട്രീയമോ അവരുടെ ജാതിയമോ അവരുടെ മതമോ അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ നിഷ്കർഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളത് നിർബന്ധമായി ഉണ്ടാക്കി കൊടുക്കണം. ഈ വിഷയത്തിൽ അടിയന്തരമായി ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകളെ കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഇതിന്മേലുള്ള പരാതികളെല്ലാം ഞങ്ങൾ നിയമപരമായി കൊണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് കൃത്യമായി കൊണ്ട് എത്തിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കരുത്. അവരെ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോട്ടെ, പാർട്ടിയോ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. അവർ ആർക്ക് വേണമെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ഒരിക്കലും നിഷേധിക്കുന്നത് ശരിയല്ല. അത് ഒരു പൗരൻ്റെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അത് അനുവദനീയമല്ല. അതായത് പഞ്ചായത്തിനകത്ത് നിന്ന് അവസാന സമയത്ത് വോട്ടർ പട്ടിക ഇറങ്ങുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ ഫോം 5 എന്ന് പറയുന്ന ഫോം അത് ഓഫ്ലൈനായിട്ടാണ് എടുത്തിരുന്നത്. ആ ഓഫ്ലൈനായിട്ടുള്ള ഫോം 5-ൻ്റെ പേരുള്ള അപേക്ഷ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ടർമാർക്ക് മേൽ, അതായത് ഈ തെങ്കര പഞ്ചായത്ത് പുനർവിഭജനം കഴിഞ്ഞത്, അതായത് വാർഡുകളുടെ പുനർവിഭജനം കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്താണ്. വാർഡുകളുടെ പുനർവിഭജനം കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്തായപ്പോൾ ഈ വോട്ടർമാർക്ക്, അതായത് ഇപ്പോൾ ആക്ഷേപം കൊടുത്തിട്ടുള്ള ആളുകൾക്ക്, ഏത് വോട്ടർക്കാണോ ആക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് കത്തും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ കത്ത് സഹിതം പോയ ആളുകളാണ്. പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് കത്ത് കൊടുത്തില്ലേ, പഞ്ചായത്ത് കൊണ്ടുപോയി കത്ത് കൊടുത്ത ആളുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഹിയറിംഗ് കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ വാർഡിൽ ഇപ്പോൾ ഒരു വോട്ടില്ലാതെയാക്കുന്നത് അതൊരു തെറ്റായ നടപടിയാണ്. അവർ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്, കത്ത് കിട്ടിയ ആളുകൾ ഉൾപ്പെടെ. ഇനി ചില ആളുകൾക്ക് ചില ആളുകൾക്ക് കത്ത് അവസാന സമയത്ത് 4-5 തീയതികളിലായിട്ട് ഏറ്റവും അവസാനം നടന്ന വോട്ടർ പട്ടികയിലെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജ്ഞാപനം വന്നത് പ്രകാരം അവർക്ക് 4-5 തീയതികളിലുള്ള ആക്ഷേപത്തിന്മേൽ കത്ത് ലഭിച്ച ആളുകളുണ്ട്. ആ കത്ത് ലഭിച്ച ആളുകൾ, ചില ആളുകൾ കത്തുമായി ഹാജരാവാത്ത ആളുകളുണ്ട്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോധം അവർക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ വോട്ടിൻ്റെത് ഇങ്ങനെയാണ്, വോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പ്രാഥമികമായൊരു വിവരമൊന്നും അവരെ ധരിപ്പിച്ചിട്ടില്ല. വോട്ട് ഉണ്ടാകില്ല എന്നുള്ളൊരു വിവരമൊന്നും അവരെ ധരിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, വോട്ട് ഒഴിവാക്കൽ ഒരു ശരിയല്ല. അതുപോലെ തന്നെ വോട്ട് വെട്ടാൻ വേണ്ടിക്കൊണ്ട് ആരാണോ കൊടുത്തത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ അന്വേഷണമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകളാണ് അന്വേഷിക്കേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സാധാരണക്കാരൻ്റെ വോട്ടവകാശം നിഷേധിക്കുവാനുള്ള അവകാശം രാജ്യത്താർക്കുമില്ല. ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഈ വോട്ടർമാർക്ക്, ഈ നിൽക്കുന്ന വോട്ടർമാർക്കൊന്നും വോട്ടില്ല. കുഞ്ഞാണിക്കാക്ക ഇവിടെ എത്രയോ കാലമായി താമസിച്ചു വരും. എത്ര വർഷമായി? 2001 മുതൽക്ക് ഇവിടെ താമസിച്ച് വരുന്ന അദ്ദേഹമാണ്. അയാൾക്ക് വോട്ടില്ല. അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും വോട്ടില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ വോട്ട് അടിയന്തരമായി അവർക്ക് വോട്ട് ചെയ്യുന്നതിനാവശ്യമായ അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2.5 പതിറ്റാണ്ട് കാലമായി ഇവിടെ ജീവിച്ച് വരുന്ന ആളുകളുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വോട്ടുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വോട്ടർമാരുടെ പൂർണ്ണമായ അവരുടെ ചിന്തക്കനുസരിച്ച് അവർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, ഏത് രാഷ്ട്രീയ കക്ഷിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, ഈവൻ നോട്ടക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാം. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളത് രാജ്യത്തെ 18 വയസ്സ് പൂർത്തിയായ ഒരു പൗരൻ്റെ അവകാശമാണ്. 6 മാസത്തിലധികമായി ഒരു പ്രദേശത്ത് താമസിച്ച ഏതൊരു വ്യക്തിക്കും പേരുണ്ടാവുക എന്നുള്ളത് പൗരൻ്റെ അവകാശമായിരിക്കെ 25 വർഷവും 20 വർഷവും 10 വർഷമൊക്കെ ആയി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അവർ ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ച സമയത്ത് പഞ്ചായത്തിന് മുമ്പിൽ ഹിയറിങ്ങിന് ഹാജരായതിനു ശേഷവും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് കഴിഞ്ഞ ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും മറ്റു പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ അവർക്ക് ഇന്ന വാർഡിൽ വോട്ട് കയറ്റണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അവർക്ക് എവിടെങ്കിലും ഒരിടത്ത് വോട്ട് ചെയ്യുക, അതാണ് പറയുന്നത്. അവർക്ക് എവിടെങ്കിലും ഒരിടത്ത് വോട്ട് ചെയ്യുക, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതിന്റെ മുമ്പുള്ള ഇലക്ഷനിലൊക്കെ വോട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് വോട്ടില്ലാതെ ആയിരിക്കണത്. അതെന്താ കാരണം നമുക്കറിയില്ല. കേരളത്തിൽ ഇനി എവിടെയാലും വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായി കൊടുക്കാം. എന്തേ വോട്ടില്ലാത്തത് വലിയ സങ്കടമാണ്. ഞാൻ ഈ കുന്നത്തേളത്തിൽ ജനിച്ചു വളർന്നതാണ്. 63 വയസ്സായി, ഇതുവരെ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ വോട്ടില്ലാത്തത്.